നമസ്കാരം, എല്ലാവർക്കും സൈലം പി എസിലേക്ക് സ്വാഗതം. സ്ഥിരമായിട്ട് പി എസ് സി എക്സാമുകൾ ചോദിക്കുന്ന രണ്ട് ഭേദഗതികളാണ് 42-ാം ഭേദഗതിയും 44-ാം ഭേദഗതിയാണ്. നമ്മൾ പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അതിലും നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമുകളിലടക്കം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 42-44 ഭേദഗതികളെ കുറിച്ചുള്ള ചോദ്യം നമുക്ക് കാണാൻ പറ്റും. അപ്പം ശരിക്കും രണ്ടുപേരെന്ന് പറഞ്ഞാൽ ബന്ധുക്കളെ പോലെയാണ്. 42-ാം ഭേദഗതിയിൽ എന്തൊക്കെ വന്നോ അതിൻ്റെ കുറേ മറുമരുന്ന് എന്നൊക്കെ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങളാണ് 44-ാം ഭേദഗതിയിൽ വരുന്നത്. അപ്പം നമുക്ക് ആദ്യം 42-ാം ഭേദഗതിയിൽ തുടങ്ങാം. അപ്പം ഈ 42-ാം ഭേദഗതിയിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആ സമയത്ത് ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം 42-ാം ഭേദഗതി നടക്കുന്നത് 1976-ലാണ്. അതായത് അടിയന്തരാവസ്ഥ കാലത്ത്. ഇന്ത്യയിലെ മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയാണ് 1975 മുതൽ 77 വരെ നടക്കുന്നത്. ഈ സമയത്താണ് 42-ാം ഭേദഗതിയും വരുന്നത്. അപ്പോൾ ഈ 42-ാം ഭേദഗതി കാലത്തെ പ്രധാനമന്ത്രി ആര്, പ്രസിഡന്റ് ആര്, ഇതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. 42-ാം ഭേദഗതി കാലത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് ആരാണ്, ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. 42-ാം ഭേദഗതി അറിയപ്പെടുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നതാണ്. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞ ഒരു ബഹുമതി ഒന്നും അല്ല ഈ പറയുന്ന പേരെന്ന് പറയുന്നത്. കാരണം അത്രയധികം മാറ്റങ്ങൾ 42-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ വരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ പ്രധാന മാറ്റങ്ങൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം, ഈ ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കി എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ CPO എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ഒരേ ഒരു തവണ മാത്രമാണ് ഇതുവരെ ഭേദഗതി ചെയ്തിട്ടുള്ളത്. 3 വാക്കുകളാണ് 42-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കുന്നത്. ഏതൊക്കെയാണ് ആ വാക്കുകൾ? സോഷ്യലിസം അല്ലെങ്കിൽ സ്ഥിതിസമത്വം, മതേതരത്വം അല്ലെങ്കിൽ സെക്യുലറിസം, ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ ഉദ്ഗ്രഥനം, സമഗ്രത, അഖണ്ഡത. ഈ 3 മലയാളം വാക്കുകളും ഇന്റഗ്രിറ്റി എന്നതിന് പകരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. PSC ചോദിച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് മറ്റ് മാറ്റങ്ങൾ 42-ാം ഭേദഗതിയിലൂടെ വന്നിട്ടുള്ള? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സുപ്രീം കോടതിയുടെയും ഹൈക്കോടതികളുടെയും ജുഡീഷ്യൽ റിവ്യൂ അധികാരം വെട്ടിക്കുറച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, മൗലികാവകാശങ്ങളെക്കാൾ നിർദ്ദേശക തത്വങ്ങൾക്ക് പ്രാധാന്യം നൽകിയ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്? അത് 42-ാം ഭേദഗതി തന്നെയാണ്. PSC മുൻപ് ചോദിച്ചിട്ടുണ്ട്. ഇനി ഇതേ 42-ാം ഭേദഗതിയിലോട്ട് തന്നെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റുന്നത്. ഏതൊക്കെയാണ് ആ 5 വിഷയങ്ങൾ? വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള കോടതികളുടെ നീതിന്യായ ഭരണം. നിർദ്ദേശക തത്വങ്ങളിൽ 39A സൗജന്യ നിയമസഹായം കൂട്ടിച്ചേർക്കുന്നതും ഇതേ 42-ാം ഭേദഗതിയിലൂടെ തന്നെയാണ്. മറ്റൊരു കാര്യം, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സംബന്ധിച്ച ഭാഗം 14A അനുച്ഛേദം 323A 323B ഇത്രയും കൂട്ടിച്ചേർക്കുന്നതും ഇതേ 42-ാം ഭേദഗതിയിലൂടെ തന്നെയാണ്. PSC എക്സാമുകളിലെ സ്ഥിരം ചോദ്യമാണ്, മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതിയിലൂടെയാണെന്ന്. ഉത്തരം നമുക്കറിയാം, 42-ാം ഭേദഗതി തന്നെയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം നമ്മുടെ ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർക്കുന്നതും 42-ാം ഭേദഗതിയിലൂടെ തന്നെയാണ്. ഭാഗം 4A അനുച്ഛേദം 51A മൗലിക കടമകളെ സംബന്ധിക്കുന്നത്. 42-ാം ഭേദഗതിയിലൂടെ 10 മൗലിക കടമകൾ മാത്രമാണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത്. പിന്നീട് 11-ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർക്കുന്നത് 2002-ലെ 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അങ്ങനെ നിലവിൽ ഇപ്പൊ എത്ര മൗലിക കടമകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11 മൗലിക കടമകളാണ് ഉള്ളത്. അപ്പം നമ്മൾ 42-ാം ഭേദഗതിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ ഈ 42-ാം ഭേദഗതിയിലൂടെ വരുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. എന്നിട്ട് അത് തന്നെ ഒരുപാടുണ്ട് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇതിന് കൗണ്ടറായിട്ട് വരുന്ന ഭേദഗതിയാണ് 44-ാം ഭേദഗതി എന്ന് പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ സൈലം PSCയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ കിട്ടും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.